യു ആർ നോട്ട് സിക്ക്, യു ആർ ഡെഫിഷ്യൻറ്റ്. അതായത് നമ്മളിൽ പലർക്കുമുള്ളത് രോഗങ്ങളല്ല, മറിച്ച് പോഷകക്കുറവുകളാണ് എന്നൊരു ടൈറ്റിൽ നമ്മൾ ചെയ്ത വീഡിയോയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യം, നമുക്ക് ഈ ഗോയിറ്ററും റിക്കറ്റ്സും അനീമിയയും സ്കർവിയും മാത്രമല്ല പോഷകക്കുറവുകൾ, മറിച്ച് നമ്മളിൽ കാണുന്ന പല അവസ്ഥകളും പല രോഗങ്ങളും പോഷകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട തിരിച്ചറിവാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മെഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് ക്രാംസ് ഉണ്ടാവാം, മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടാവാം, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, മൈഗ്രെയിൻ ഉണ്ടാവാം, പ്രീ ഡയബറ്റീസ് ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം, ഇൻസോംനിയ ഉണ്ടാവാം. അതുപോലെ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ബ്ലഡ് ക്ലോട്ടിങ് അഫക്റ്റഡ് ആവാം. പക്ഷേ അതോടൊപ്പം തന്നെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന പ്ലാക്ക്, അതുപോലെ കിഡ്നിയിലുണ്ടാകുന്ന സ്റ്റോൺസ്, അതുപോലെ തന്നെ ബോണുകളിലുണ്ടാകുന്ന ഡെൻസിറ്റി കുറവ്, അതുപോലെ വൈറ്റമിൻ ഡി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം, അതുപോലെ സ്ലീപ്പ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും, ഇമ്മ്യൂൺ സിസ്റ്റം റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും, ക്യാൻസർ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. ചുരുക്കി പറഞ്ഞാൽ പോഷകക്കുറവ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സർവ്വവ്യാപിയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമ്മളങ്ങനെ വെറുതെ പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ ഒരു ഗസ് വർക്ക് പറഞ്ഞാൽ മാത്രം മതിയോ? വാട്ട് ഈസ് ദ എവിഡൻസ്? നമുക്കത് എങ്ങനെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഹാർമണി ക്ലിനിക്കിൽ വരുന്ന പല ക്ലയൻസിനും ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന ചില ഫങ്ഷണൽ ആയിട്ടുള്ള അപ്രോച്ചസിനെ കുറിച്ച് ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ ആണ്. സാധാരണ നമ്മൾ ശരീരത്തിൻ്റെ ഭാരമോ അല്ലെങ്കിൽ നമ്മളുടെ BMI ഒക്കെയാണ് നോക്കാറ്. പക്ഷേ നിങ്ങളുടെ പോഷകത്തെക്കുറിച്ചിട്ടുള്ള വളരെ വാലിഡ് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസും കിട്ടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ചുറ്റളവുകളെ കുറിച്ചിട്ടുള്ള ഒരു അനുപാതമാണ്. വേസ്റ്റ്, അതായത് നമ്മളുടെ പൊക്കിളിന് ചുറ്റും, ബെല്ലി ബട്ടണിന് ചുറ്റുമുള്ള വ്യാസം, അല്ലെങ്കിൽ ഹിപ്പ് സർക്കംഫറൻസ്, നമ്മളുടെ ബട്ടക്സിന് ചുറ്റുമുള്ള ഒരു വ്യാസം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമുക്കുള്ളത് ഒരു ഭക്ഷണത്തിൻ്റെ കുറവല്ല, മറിച്ച് പോഷകങ്ങളുടെ കുറവാണ്. നമ്മൾ ഓവർ ഫെഡ് ആൻഡ് അണ്ടർ നറിഷ്ഡാണ്. നമ്മളൊരു ഹൈ കാലറി ഡയറ്റും എന്നാൽ ന്യൂട്രീഷണലി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡയറ്റുമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതൊരു ഭയങ്കര വിരോധാഭാസമാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം വേസ്റ്റും ഹിപ്പും തമ്മിലുള്ള ഒരു റേഷ്യോ തന്നെയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ ഷുഡ് ബി ബിലോ 0.8. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലോ ഇറ്റ് ഷുഡ് ബി ബിലോ 0.9. അപ്പോൾ ആ റേഷ്യോയ്ക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി വെരി സ്ട്രോങ് ഇൻഡിക്കേറ്റർ ദാറ്റ് യു ഹാവ് മാൽ ന്യൂട്രീഷൻ. ഒരു നല്ലൊരു ഫിസിഷ്യൻ സാധാരണ ചെയ്യുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ തന്നെ പോഷകക്കുറവിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ എവിഡൻസ് കിട്ടാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഡ്രൈ സ്കിൻ, ഡ്രൈ ഹെയർ, അതുപോലെ തന്നെ നമ്മളുടെ നെയിൽസിലുണ്ടാകുന്ന റഫ്നെസ്, ലൈൻസ്, വൈറ്റ് സ്പോട്ട്, ഇതൊക്കെ ഒരുപക്ഷെ സിങ്ക് ഡെഫിഷ്യൻസിയുടെ സൂചനകളാവാം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ചിട്ട് നമ്മുടെ കൈകളുടെ പുറകിലോ ഷോൾഡറിലൊക്കെ ഉണ്ടാകുന്ന ഗൂസ് ബംസ് പോലെയുള്ള സ്കിൻ ഇറപ്ഷൻസ്, അതൊരു വൈറ്റമിൻ A ഡെഫിഷ്യൻസിയുടെ സൂചനയാവാം. വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗങ്ങളൊന്നാണ് ഷിൻ ബോൺ ടെസ്റ്റ്. നമ്മളുടെ മുട്ടിൻ്റെ അവിടെ നിന്ന് കാലുകളുടെ താഴോട്ട് നമ്മുടെ തമ്പ് ഉപയോഗിച്ചുകൊണ്ടൊരു മോഡറേറ്റ് പ്രഷറിൽ താഴോട്ട് സ്ലൈഡ് ചെയ്താൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു സോർനെസ് അല്ലെങ്കിൽ ഒരു ടെൻഡർനെസ്, ചിലപ്പോൾ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ചിലപ്പോൾ ഫീലിംഗ് നമുക്കുണ്ടായേക്കാം. ഇറ്റ്സ് എ സ്ട്രോങ് ഇൻഡിക്കേറ്റർ ദാറ്റ് വൈറ്റമിൻ D ഡെഫിഷ്യൻസിയുടെയാണ്. അതുപോലെ നമ്മുടെ ടങ്, ഓറൽ ക്യാവിറ്റി, ഇതൊക്കെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടർക്ക് പ്രാഥമികമായ പരിശോധനയിൽ നിന്ന് തന്നെ പോഷകക്കുറവുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ, ഒരു സംശയം വേണ്ട, ഡയറ്റ് ഒന്ന് അസസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കെല്ലാവരും നമ്മൾ കൺവെൻഷനായിട്ട് കഴിക്കുന്നൊരു ഡയറ്റുണ്ട്, സ്റ്റാൻഡേർഡ് കേരള ഡയറ്റ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്റ്റാൻഡേർഡ് കേരള ഡയറ്റ് പ്രൊഡ്യൂസസ് സ്റ്റാൻഡേർഡ് കേരള ഡിസീസസ്. ഒരു ദിവസം ഒരു വ്യക്തി കഴിക്കുന്ന 3-4 നേരത്തെ ഭക്ഷണം എല്ലാം കൂടി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 70-80% നമ്മൾ കഴിക്കുന്ന മുഴുവൻ റിഫൈൻഡ് ഗ്രെയിൻസുകളാണ്. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള 45-ൽ പരം എസെൻഷ്യലായിട്ടുള്ള ന്യൂട്രിയൻസ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വലിയ ബ്രില്യൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല, നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ട് ചില ഡയറ്ററി പാറ്റേണുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, നിരവധി വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ B12 ഡെഫിഷ്യൻസി വളരെ കോമൺ ആണ്, അയൺ ഡെഫിഷ്യൻസി കോമൺ ആണ്, സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ട്, ഒമേഗ 3 ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നാളെ നോൺ വെജിറ്റേറിയൻ ആകണമെന്നല്ല.
പക്ഷെ ഒരു വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ പോഷകത്തിനെ സംബന്ധിച്ച് നല്ല ധാരണ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി കൺക്ലൂസീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ടെസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റോ അല്ലെങ്കിൽ സലൈവ ടെസ്റ്റോ അല്ലെങ്കിൽ ഹെയർ അനാലിസിസോ അല്ലെങ്കിൽ സ്റ്റൂൾ ടെസ്റ്റോ ആയിരിക്കാം. പക്ഷേ പോഷകങ്ങളെ സംബന്ധിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പലതും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അസസ്മെൻറ്റുകളാണ്. ഇന്ന് പലതും നമ്മുടെ പല ലാബുകളിലും, നമ്മുടെ നാട്ടിലുള്ള പല ലാബുകളിലും ഇത് പ്രചാരത്തിൽ വന്നിട്ടില്ല. മേ ബി US-ലും യൂറോപ്പിലൊക്കെ തന്നെ ഇന്ന് ഇത് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റത്തിനകത്ത് വലിയൊരു പ്രാധാന്യം കൊടുക്കാറുമില്ല. മേ ബി ചിലപ്പോൾ ഒരു വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ അയൺ ടെസ്റ്റുകൾ മാത്രമേ നമ്മൾ സാധാരണ ചെയ്യാറുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കമ്പാർട്ട്മെൻ്റൽ ഡെഫിഷ്യൻസിയാണ്. സപ്പോസ് നമ്മൾ ബ്ലഡ് എടുക്കുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, ബ്ലഡിൽ ചിലപ്പോൾ അതിൻ്റെ സഫീഷ്യൻറ്റ് ലെവൽ ഉണ്ടായേക്കാം. പക്ഷേ മനസ്സിലാക്കുക, പോഷകങ്ങളിൽ പലതും ബ്ലഡിൽ മാത്രം ഉണ്ടായാൽ പോലെ ആ പോഷകങ്ങൾ ഉണ്ടാകേണ്ട കോശങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കോശങ്ങളിൽ കുറവായിരിക്കാം, ബ്ലഡിൽ ഉണ്ടാവാം. ഇതാണ് കമ്പാർട്ട്മെൻ്റൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് നമുക്കൊരു റോങ് ആയിട്ടുള്ളൊരു അസസ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മളുടെ പല ടെസ്റ്റുകളും ഇന്ന് വളരെ എക്സ്പെൻസീവാണ്, വളരെയധികം നമുക്കൊരു പോപ്പുലറായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ പൊതുവേ ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ടിൽ നിന്ന് കിട്ടുന്ന റെഫറൻസ് റേഞ്ചുകളാണ്. നമ്മളുടെ പല റെഫറൻസ് റേഞ്ചുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്യൂട്ട് ഡെഫിഷ്യൻസിയെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നാണ്. ക്ലാസിക് ഒരു എക്സാമ്പിൾ പറയാം, വൈറ്റമിൻ ഡി. നിങ്ങളുടെ ലാബ് റിസൾട്ട്സുകൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ സഫീഷ്യൻറ്റ് ലെവലായിട്ട് കാണുന്നത് 30 യൂണിറ്റ്, 30 നാനോഗ്രാം പെർ ml ആയിരിക്കും. പക്ഷേ ഒരു ഒപ്റ്റിമൽ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 30 വളരെ കുറവാണ്. അത് ഒരു 50 to 70 ആകുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലോങ് ലേറ്റൻസി ഡെഫിഷ്യൻസി ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമൽ ലെവൽ. omega-3 ഒരു സൂപ്പർ സ്റ്റാർ ന്യൂട്രിയൻ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല രോഗങ്ങളും ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. omega-3 ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ന്യൂട്രിയൻ്റാണ്. omega-3യുടെ RD എന്താണെന്ന് പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. omega-3 നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഫൈറ്റോ ന്യൂട്രിയൻസാണ്. ചെടികളിലും പഴങ്ങളിലും ഇലകളിലും കാണുന്ന കളേർഡ് കോമ്പൗണ്ടാണ് ഫൈറ്റോ ന്യൂട്രിയൻറ്റ്. ഇന്ന് പ്രകൃതിയിൽ ഏകദേശം 25,000-ൽ പരം ഫൈറ്റോ ന്യൂട്രിയൻറ്റുകളാണ് ഇന്ന് സയൻറ്റിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ പലതും നമ്മളുടെയൊക്കെ ആരോഗ്യം, രോഗപ്രതിരോധം, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഏജിങ്, അതുപോലെ നമ്മളുടെ എനർജി പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള പല ഫങ്ഷൻസിനും വളരെ ക്രിട്ടിക്കൽ റോള് ഫൈറ്റോ ന്യൂട്രിയൻസിനുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ശരീരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള 2 കരോട്ടിനോയിഡ്സാണ് ലൂട്ടീൻ ആൻഡ് സിയോസാന്തിൻ എന്ന് പറയുന്നത്. ഈ 2 കരോട്ടിനോയിഡ്സും മനുഷ്യ ശരീരത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള റോളുണ്ട്. അതെവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണിൽ കൃഷ്ണമണിയിലുള്ള യെല്ലോ സ്പോട്ടിലാണ്. ആ മാക്കുലയിൽ അതിൽ വീഴുന്ന പ്രകാശരശ്മികൾ നാച്ചുറലി അവിടെ ഓക്സിഡേഷൻ ഉണ്ടാക്കും. ഈ ഓക്സിഡേഷനെ ന്യൂട്രലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട റോള് ഈ 2 കരോട്ടിനോയിഡ്സും ഉണ്ട്. അപ്പോൾ ഈ ഫൈറ്റോ ന്യൂട്രിയൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു മാക്കുലർ ഡീജനറേഷൻ. സോ അത്രമാത്രം പ്രാധാന്യം ഫൈറ്റോ ന്യൂട്രിയൻസിനുണ്ട്. പക്ഷേ ഫൈറ്റോ ന്യൂട്രിയൻസിൻ്റെ കാര്യം വളരെ ശൈശവദശയിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ടോ, അത് എത്ര അളവിലുണ്ട്, അതിന് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് കണ്ടുപിടിക്കാനൊന്നും യാതൊരു മാർഗവുമില്ല. ഇന്ന് നമ്മളിൽ വളരെയധികം ആൾക്കാരിൽ കാണുന്ന പല ഗൗരവമുള്ള പല രോഗങ്ങളും അതിനെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഇത്തരം പല അവസ്ഥകൾക്കും പോഷകങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതും, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിനൊരു വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിനകത്തൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മളെ സംബന്ധിച്ച് പോഷകക്കുറവ് ഒരർത്ഥത്തിൽ സർവ്വവ്യാപിയാണ്. ഇന്നൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിഷ്യൻസി ഒരു സ്റ്റേറ്റസ് ഗ്ലോബലി നമുക്കുണ്ട്. എസ്പെഷ്യലി ലോങ് ലേറ്റൻറ്റ് ഡെഫിഷ്യൻസി ഡിസീസിലാണ്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 20 വർഷത്തിലധികമായിട്ട് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ആൾക്കാരുടെ ഭക്ഷണ രീതികളും പോഷക രീതികളൊക്കെ വളരെ അടുത്ത് പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പറയാൻ സാധിക്കുന്ന, ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, ഓൾമോസ്റ്റ് ഒരു 100% ആൾക്കാർക്കും എന്തെങ്കിലും തരത്തിലുള്ള പോഷകക്കുറവുകളുണ്ട്. നല്ല ജീവിത നിലവാരമുണ്ട് എന്ന് കരുതുന്ന പല സമൂഹങ്ങളിലും നടത്തിയിട്ടുള്ള ന്യൂട്രീഷണൽ സ്റ്റഡീസ് പറയുന്നത് ഓൾമോസ്റ്റ് 90% ഓഫ് ദി പോപ്പുലേഷനിലും omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, 70% വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്, 60 to 70% ആൾക്കാരിലും മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ട്.
വളരെ പ്രധാനപ്പെട്ടുള്ള ബി വൈറ്റമിൻ, ഫോളേറ്റിൻ്റെ ഡെഫിഷ്യൻസി 78% പോപ്പുലേഷനിലും കാണുന്നതായിട്ടാണ് പറയുന്നത്. സോ ദിസ് ഈസ് സംതിങ് ഷോക്കിംഗ്. ഇന്നത്തെ ഒരു മോഡേൺ ന്യൂട്രീഷണൽ അപ്രോച്ചിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാം. ഏതൊരു വ്യക്തിയുടെയും പോഷക അവസ്ഥ നമുക്കൊരു ന്യൂട്രീഷണൽ സ്പെക്ട്രത്തിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ സ്പെക്ട്രത്തിൽ 4 പ്രധാനപ്പെട്ട സ്റ്റേറ്റസ് ആണുള്ളത്. 1 അക്യൂട്ടായിട്ടുള്ള ഡെഫിഷ്യൻസി, 2 ഇൻസഫിഷ്യൻറ്റ്, 3 സഫിഷ്യൻറ്റ്, 4 ഒപ്റ്റിമൽ. ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് ഈ സ്പെക്ട്രത്തിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഒരുപക്ഷെ ചിലപ്പോൾ അക്യൂട്ട് ഡെഫിഷ്യൻസി ഉണ്ടാവില്ല, പക്ഷേ സഫിഷ്യൻറ്റും ഇൻസഫിഷ്യൻറ്റും എന്നുള്ള സ്റ്റേറ്റസിൻ്റെ എവിടെയോ ആണ് നമ്മൾ. നമ്മുടെ ടാർഗറ്റ് ഒപ്റ്റിമൽ ന്യൂട്രീഷനോട് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട, ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം നമ്മളുടെ ഡയറ്റിനെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഈറ്റിംഗ് ഹാബിറ്റ്സിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏത് ഡയറ്റ് ഫോളോ ചെയ്യണം, അതിനൊരു ഇന്നൊരു ഡയറ്റ് എന്നില്ല, മറിച്ച് ഒരു ഡയറ്ററി പ്രിൻസിപ്പിൾസ്, വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഭക്ഷണ രീതികൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെയാണ് ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഈ ഡയറ്റ് 1 എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ടു ഹെൽത്തി ഈറ്റിങ്ങിനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാവുന്നതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒപ്റ്റിമൽ ന്യൂട്രീഷൻ എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. ഇവിടെയാണ് കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള, അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു സമീപനം കൂടെ നമുക്ക് വേണ്ടത്. അത് മറ്റൊന്നുമല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിനോടൊപ്പം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡയറ്ററി സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റും കൂടി നമ്മളൊരു ഡെയിലി ഹാബിറ്റ്സിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-50 വർഷം മുമ്പ് വരെ നമുക്ക് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഡെയിലി തന്നെ വളരെ ഫിസിക്കലി ആക്റ്റീവായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്നത്തെ ഒരു ഇൻ്റലിജൻറ്റ് അപ്രോച്ച് എന്താണ്? നമ്മൾ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ്സോ 45 മിനിറ്റ്സോ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സസൈസ് ഫോളോ ചെയ്യുക. സോ എക്സസൈസ് ഈസ് ആക്ച്വലി എ സപ്ലിമെൻറ്റ് ടു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഡയറ്ററി സപ്ലിമെൻറ്റ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഡയറ്ററി സപ്ലിമെൻറ്റ് ഇൻഡസ്ട്രി എന്നൊരു വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു $multi-billion ഇൻഡസ്ട്രിയാണ്. ആയിരക്കണക്കിന് ബ്രാൻഡുകളും പ്രോഡക്റ്റുകളും ഒക്കെ അവൈലബിളാണ്. ഇതിലേതാ നല്ലത്, ഏതാ മോശം നമുക്കറിയില്ല. മാത്രമല്ല പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഒരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഗൈഡൻസ്, ഒരു ഡയറക്ഷൻസ്, ഒരു അസസ്മെൻറ്റ് പലപ്പോഴും കിട്ടാറില്ല. പലപ്പോഴും ഓവർ ദ കൗണ്ടറോ ഓൺലൈനൊക്കെയാണ് നമ്മൾ വാങ്ങിക്കാറ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസിന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് എങ്ങനെ സെലക്ട് ചെയ്യണം, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ അസസ് ചെയ്യണം, ഇവിടെ കസ്റ്റമറായിട്ടുള്ള നമ്മൾ എഡ്യൂക്കേറ്റർ ആവുക അല്ലാതെ വേറെ മാർഗവുമില്ല. അത് എങ്ങനെയായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കുന്നത്.